എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് കേരള ജോഗ്രഫിയിൽ കേരളത്തിലെ കൃഷിയെക്കുറിച്ച്, കാർഷിക മേഖലയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിക്കാം. കേരള കർഷക ദിനം എന്നാണ്. കേരളത്തിലെ കർഷക ദിനം എന്ന് പറയുന്നത് എന്നാണ്. ചിങ്ങം 1-ാം തീയതിയാണ്. ചിങ്ങം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലയാള മാസം ആണ് ചിങ്ങം, അല്ലേ? മലയാള മാസം തുടങ്ങുന്നതാണ് ചിങ്ങം. കൊല്ലവർഷം എന്ന് പറയും. ചിങ്ങം തുടക്കത്തിലെ മാസമാണ്, കർക്കിടകം അവസാനത്തെ മാസമാണ്, അല്ലേ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം, അല്ലേ? ഒന്ന് പഠിച്ചു വയ്ക്കണം. നമ്മുടെ മലയാള മാസമാണ്, മലയാള വർഷത്തിലെ മാസങ്ങൾ. ജനുവരി, ഫെബ്രുവരി എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയും, അല്ലേ? അപ്പോൾ നമ്മുടെ കേരളത്തിലെ കർഷക ദിനം എന്നാണ് ചിങ്ങമാസം 1-ാം തീയതിയാണ്. അറിയാം, നമുക്ക് മറക്കില്ല. ദേശീയ കർഷക ദിനം എന്നാണ്. ദേശീയ കർഷക ദിനം, ഇന്ത്യ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ മാസം 23-ാം തീയതിയാണ്. അപ്പോൾ കേരള കർഷക ദിനം എന്നു ചോദിച്ചാൽ ചിങ്ങം 1-ഉം, ദേശീയ കർഷക ദിനം എന്നു ചോദിച്ചാൽ ഡിസംബർ മാസം 23-ാം തീയതിയുമാണ്. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല, സംശയമില്ല, ഏതാ? ഇടുക്കിയാണ്. ഏതാണ്? ഇടുക്കി. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ്. അപ്പം ഞാൻ വേറെ ചോദിക്കട്ടെ, ഒരു ചോദ്യം. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്, അല്ലേ? ഇന്ത്യ, കേരളം. അപ്പം രണ്ട് ചോദ്യം ഒന്നുകൂടെ. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയും ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളവുമാണ്. ക്ലിയർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണ്? ഏറ്റവും കൂടുതൽ നമ്മൾ കൃഷി ചെയ്യുന്ന കാർഷിക വിള, കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ചോദിച്ചാൽ നെല്ല് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതേസമയം നമുക്ക് കേരളത്തുകാർക്ക് ആവശ്യമുള്ള, കേരളത്തിന് ആവശ്യമുള്ള എല്ലാ നെല്ലും അരിയും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അല്ലേ? അപ്പോൾ നമ്മൾ കൂടുതലും നെല്ല് അല്ലെങ്കിൽ അരി ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. പക്ഷെ എന്നാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതെന്ന് ചോദിച്ചാൽ അത് നെല്ല് തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? കേരള കർഷക ദിനം എന്ന് പറയുന്നത് ചിങ്ങം 1-ആണ്, മറക്കില്ലല്ലോ. ദേശീയ കർഷക ദിനം എന്ന് പറയുന്നത് ഡിസംബർ 23-ആണ്. ദേശീയ കർഷക ദിനം, രണ്ടും തമ്മിൽ തിരിഞ്ഞു പോണ്ട. കേരള കർഷക ദിനം ചിങ്ങം 1-ഉം ദേശീയ കർഷക ദിനം എന്നു ചോദിച്ചാൽ അത് ഡിസംബർ മാസം 23-ആണ്. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ലയാണ് ചോദ്യമെങ്കിൽ ഇടുക്കിയും, കേരളത്തിൻ്റെ ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ചോദ്യമെങ്കിൽ അത് നമ്മുടെ കേരളവുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏത് എന്ന് ചോദിച്ചാൽ നെല്ലാണ്. ക്ലിയർ ആണ്. കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണ്. ശരിയല്ലേ? കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. അതായത് അരി ആഹാരമാണ് കേരളത്തുകാർ കൂടുതൽ കഴിക്കുന്നത്. ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിള ഏതെന്ന് ചോദിച്ചാലും നെല്ല് തന്നെയാണ്, അരി തന്നെയാണ്, അല്ലേ? ഇന്ത്യയുടെ രണ്ടാമത്തെ മുഖ്യ ഭക്ഷ്യവിള പക്ഷേ ഗോതമ്പാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണ്, അല്ലെങ്കിൽ അരിയാണ് എന്ന് നമുക്ക് പറയാം. കേരളത്തിൽ ഏറ്റവും ഏറെ പ്രാമുഖ്യമുള്ള നെൽകൃഷി ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു നെൽകൃഷി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് മുണ്ടകൻ കൃഷി എന്ന് പറയും. മുണ്ടകൻ കൃഷി കേട്ടിട്ടുണ്ട്, സിനിമാ പാട്ടൊക്കെ ഉണ്ട്, അല്ലേ? മുണ്ടകൻ കൃഷിയെക്കുറിച്ചുള്ള പാട്ടുണ്ട്. മുണ്ടകൻ കൊയ്ത്തിന് പോയ ഏനൊരു, അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഏറെ പ്രാമുഖ്യമുള്ള നെൽകൃഷി ഏതാണ്? മുണ്ടകൻ കൃഷിയാണ്. മുണ്ടകൻ കൃഷി. കേരളത്തിലെ മുഖ്യ ഭക്ഷ്യവിള ചോദിച്ചാൽ അരിയാണ്, നെല്ലാണ്. കേരളത്തിലെ ഏറെ പ്രാമുഖ്യമുള്ള നെൽകൃഷി എന്ന് ചോദിച്ചാൽ മുണ്ടകൻ കൃഷിയാണ്.
ദെൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല എല്ലാവർക്കും അറിയാം, സിമ്പിളാണ് അല്ലെ, പാലക്കാട് ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ്. അതേസമയം ഈ ചോദ്യം തിരിച്ചു ചോദിക്കാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ്. ശരിയല്ലേ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാട് ജില്ലയും, ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന പ്രദേശമാണ് ചോദ്യമെങ്കിൽ അത് കുട്ടനാട്, ആലപ്പുഴ ജില്ലയാണ്. യെസ്. കേരളത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ അത് കുട്ടനാടാണ്. കേരളത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്, കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നമ്മൾ ഏത് തന്നെ പറയുന്നുണ്ട്? കുട്ടനാട് അല്ലെ. നെല്ലറ എന്നറിയപ്പെടുന്നതും നെല്ലറ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? കുട്ടനാട് തന്നെയാണ്. കേരളത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? കുട്ടനാടാണ്. എന്നാൽ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് എന്ന് വിളിക്കുന്നത് നമ്മൾ ആന്ധ്രാപ്രദേശിനെയാണ് അല്ലെ, ഇന്ത്യയുടെ നെല്ലറ. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്നത് പശ്ചിമ ബംഗാളാണ്. എന്നാലും പണ്ട് മുതലേ ഇന്ത്യയുടെ നെല്ലറ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ നെല്ലറ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. യെസ്, ഓക്കെ. കേരളത്തിന്റെ നെതർലാൻഡ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഹോളണ്ട്, കേരളത്തിന്റെ നെതർലാൻഡ് എന്നോ കേരളത്തിന്റെ ഹോളണ്ട് എന്നോ ഒക്കെ അറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കേരളത്തിന്റെ നെതർലാൻഡ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഹോളണ്ട് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. കുട്ടനാട്, ആലപ്പുഴ ജില്ല. ഒരുപാട് പ്രത്യേകത കുട്ടനാടിനുണ്ട് അല്ലെ. സീ ലെവലിൽ നിന്നും താഴ്ന്ന സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമാണ് ഏതാ? കുട്ടനാട് എന്ന് പറയുന്നത്. കുട്ടനാടിനെ കേരളത്തിന്റെ നെതർലാൻഡ് എന്ന് വിളിക്കുന്നു, കേരളത്തിന്റെ ഹോളണ്ട് എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ഒറ്റ ആൻസറാണ്, നമ്മുടെ കുട്ടനാടാണ്. യെസ്, ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിന്റെ മുഖ്യ ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണ്. ഇന്ത്യയുടെ മുഖ്യ ഭക്ഷ്യവിളയും ഏത് തന്നെയാണ്? നെല്ല് തന്നെയാണ് അല്ലെ. കേരളത്തിൽ ഏറെ പ്രാമുഖ്യമുള്ള നെൽകൃഷി പേരെന്താണ്? മുണ്ടകൻ കൃഷി എന്നാണ്. മറക്കല്ലേ, ചോദിച്ചിട്ടുണ്ടത്. കേരളത്തിലെ ഏറെ പ്രാമുഖ്യമുള്ള കൃഷിയുടെ പേര് മുണ്ടകൻ കൃഷിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന പ്രദേശം ചോദിച്ചാൽ അത് കുട്ടനാടാണ്. കുട്ടനാട്. അത് കേരളത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ചോദ്യമെങ്കിൽ അത് പാലക്കാടാണ്. ഒന്നുകൂടെ, കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്, കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ലയാണ് ചോദ്യമെങ്കിൽ ഏതാ? അത് കുട്ടനാട്, പാലക്കാടുമാണ്. കേരളത്തിന്റെ ഹോളണ്ട് ഏതാണ്? കേരളത്തിന്റെ നെതർലൻഡ് ഏതാണ്? രണ്ടിന്റെ ആൻസർ ഏതാ? ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. ഓക്കെ. അത് നോക്കാം. കേരളത്തില് ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന നെല്ലിനം ഏതാണ്? കേരളത്തിലെ ഉപ്പ് രസം ഉണ്ടല്ലോ, ഉപ്പ് രസമുള്ള മണ്ണുണ്ട് കേരളത്തിൽ പലയിടത്തും. ആ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു നെല്ലിനമുണ്ട്. ആ നെല്ലിനത്തിന്റെ പേരാണ് ഏഴോം. ഒന്നുകൂടെ പറയാം. കേരളത്തില് ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ല് ഇനത്തിന്റെ പേര്, നെല്ല് വിത്തിന്റെ പേര് എന്താ? അതിന്റെ പേര് ഏഴോം എന്നാണ്. മറക്കരുത്, ചോദിച്ചിട്ടുണ്ടത്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനം ഏതാണ്? വെള്ളക്കെട്ട് അതായത് ഈ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കുമല്ലോ. അപ്പോൾ മിക്കവാറും ചെറിയ മഴ പെയ്താലും ചില പ്രദേശങ്ങളിൽ വെള്ളം പൊങ്ങിക്കിടക്കാറുണ്ട്. അപ്പൊ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ, പെട്ടെന്ന് വെള്ളം വാർന്നു പോകാത്ത സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന ഒരു നെൽവിത്തുണ്ട്. അതിന്റെ പേരാണ് കവുങ്ങിൻ പൂത്താല. നല്ല പേരല്ലേ? അപ്പൊ ചോദ്യം എന്താ? അതിന്റെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനം ഏതാണ്? കവുങ്ങിൻ പൂത്താല. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ എന്താ? ഉപ്പിന്റെ അംശമുള്ള മണ്ണ് അവിടെ കൃഷി ചെയ്യുന്ന, ചില സ്ഥലങ്ങളിൽ ഉപ്പിന്റെ രസമുള്ള മണ്ണുണ്ട്, ആ മണ്ണിൽ കൃഷി ചെയ്യുന്ന നെല്ലിനം, നെല്ല് വിത്ത് എന്ന് ചോദിച്ചാൽ ഏഴോം. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെൽവിത്ത് ഏത് എന്ന് ചോദിച്ചാൽ കവുങ്ങിൻ
പൂത്താല എന്ന് പറയുന്ന ഒരു നെല്ലുവിത്താണ്. അടുത്ത് നോക്കിക്കോളൂ, വൈറ്റമിൻ എ സമ്പുഷ്ടമുള്ള നെല്ലിനം. വൈറ്റമിൻ എ ഏറ്റവും കൂടുതലുള്ള നെല്ലിനത്തിന്റെ പേര് സുവർണ എന്നാണ്. അപ്പൊ സുവർണ എന്ന നെല്ലില് ഏറ്റവും കൂടുതലുള്ള വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്, വൈറ്റമിൻ എ സമ്പുഷ്ടമായുള്ള നെല്ലിനം ഏതാണ്? ആ നെല്ലിനത്തിന്റെ പേരാണ് സുവർണ. അപ്പൊ എന്താ ഏഴോം എന്ന് പറഞ്ഞാൽ? ഏഴോം എന്താണ്? കേരളത്തില് ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനം, അതിന്റെ പേരാണ് ഏഴോം എന്ന് പറയുന്നത്. അതേസമയം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനം ഏതാണ്? കൗങ്ങിൻ പൂത്താലയാണ്. വൈറ്റമിൻ എ കണ്ടന്റ് ഉള്ള നെല്ലിനം ഏതാണ്? സുവർണ എന്നറിയപ്പെടുന്ന നെല്ലിനമാണ്. ക്ലിയർ ആണ്. അടുത്ത് നോക്കാം. ഡോക്ടർമാര് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ നിർദ്ദേശിക്കുന്ന ഔഷധ ഗുണമുള്ള ഒരു നെല്ലിനമുണ്ട്. പ്രമേഹ രോഗികൾക്ക്, ഷുഗർ പേഷ്യൻസിന് ഡോക്ടർമാർ പറയുന്നത് അരി അല്ലെങ്കിൽ ചോറ് കുറച്ച് കഴിക്കണം. പക്ഷേ ആ കുറച്ച് കഴിക്കേണ്ട ചോറ് പരമാവധി ഏത് നെല്ലിൻ്റെ ആയിരിക്കണം? കൗങ്ങിൻ പൂത്താല ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ നിർദ്ദേശിക്കുന്ന ഔഷധ ഗുണമുള്ള നെല്ലിന്റെ പേരാണ് കൗങ്ങിൻ പൂത്താല. ഈ കൗങ്ങിൻ പൂത്താല നെല്ല് നമ്മൾ കൃഷി ചെയ്യുന്നത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലാണ്. യെസ്, ഓക്കെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷിക്ക് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? അപ്പൊ കേരളത്തിൽ 14 ജില്ലയുണ്ടല്ലോ. ഇതിൽ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറിന് വേണ്ടി മാറ്റിവെക്കുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, പാലക്കാട് ജില്ലയാണ്. അപ്പൊ വിവിധ കൃഷികൾ, നെൽകൃഷിയാണ് കൂടുതൽ, മറ്റു കൃഷികളുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്ഥലം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാടാണ്. എളുപ്പമല്ലേ? ഒന്നുകൂടെ നോക്കിക്കോളൂ, കുറെ നല്ല ചോദ്യങ്ങളാണ് ഉള്ളത്. കേരളത്തിൽ ഉപ്പിന്റെ അംശമുള്ള മണ്ണിൽ കൃഷി ചെയ്യുന്ന നെല്ലിന്റെ പേര് ഏഴോമാണ്, അല്ലെ? വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ല് വിത്തിന്റെ പേര് കൗങ്ങിൻ പൂത്താലയാണ്. വൈറ്റമിൻ എ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള നെല്ല് ഏതെന്ന് ചോദിച്ചാൽ സുവർണ. സുവർണയിൽ വൈറ്റമിൻ എ കണ്ടന്റ് ആണ് കൂടുതൽ, അല്ലെ? ഇനി നമ്മുടെ പ്രമേഹ രോഗികൾക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർ സാധാരണ നിർദ്ദേശിക്കുന്ന ഔഷധ ഗുണമുള്ള ഒരു നെല്ലിനമുണ്ട്. അത് കൗങ്ങിൻ പൂത്താലയാണ്. കൗങ്ങിൻ പൂത്താല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷിക്ക് വേണ്ടി മണ്ണ് ഉപയോഗിക്കുന്ന, കൃഷിക്ക് വേണ്ടി സ്ഥലം ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല. കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ഏതാണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ചിറ്റൂരാണ്. ചിറ്റൂര്. ചിറ്റൂർ എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ചിറ്റൂർ പാലക്കാട് ജില്ല. കേരളത്തിലെ ഒരേ ഒരു ജില്ലയിൽ മാത്രമേ പരുത്തി കൃഷി ചെയ്യുന്നുള്ളൂ. അത് എവിടെയാണ്? നമ്മുടെ ചിറ്റൂരാണ്. കാരണമുണ്ട്. എന്താണ്? അവിടെ കറുത്ത മണ്ണാണ് ഉള്ളത്. ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്തിൽ കറുത്ത മണ്ണാണുള്ളത്. കറുത്ത മണ്ണ്, അല്ലേ? കറുത്ത മണ്ണ്. അപ്പൊ കേരളത്തിൽ കറുത്ത മണ്ണുള്ള ഏക ജില്ല ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ ചിറ്റൂരാണ്. ഈ ചിറ്റൂര് നമ്മൾ വേറെ എന്തോ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് ഓർമ്മിച്ച് നോക്കൂ. മനസ്സിനകത്ത് വരുന്നുണ്ടോ? ചിറ്റൂര് നേരത്തെ നമ്മൾ എന്തോന്നോ പഠിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന താലൂക്കാണ് ചിറ്റൂര്. ഒന്നുകൂടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന താലൂക്ക് ചിറ്റൂര്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം പുനലൂര്. 3 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ജില്ല പാലക്കാട്. പാലക്കാട്. ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന താലൂക്ക് ചിറ്റൂര്. ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലം പുനലൂര്. കൊല്ലം ജില്ലയിലെ പുനലൂര്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ആ ക്ലാസ് കാണാത്തവരൊന്ന് ശ്രദ്ധിക്കൂ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
എന്തുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലുള്ള ചിറ്റൂർ താലൂക്കിലും ചൂട് കൂടാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിൽ വില്ലനായി വരുന്നത് പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഏറ്റവും വലിയ ചുരമായ പാലക്കാട് ചുരമാണ്. ഏതാണ്ടൊരു 30 കിലോമീറ്ററിലധികം വീതിയുണ്ട് ഈ പാലക്കാട് ചുരത്തിന്. അപ്പൊ ഈ ഇത്രയും വീതിയുള്ള പാലക്കാട് ചുരത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നും ചൂട് കാറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ പാലക്കാട് ചുരവുമായി ചേർന്ന് കിടക്കുന്ന പാലക്കാട് ജില്ലയിലെ താലൂക്കാണ് ചിറ്റൂര്. അതുകൊണ്ടാണ് ചിറ്റൂർ താലൂക്ക് ഇത്രയും ഹോട്ടാവുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയും ചൂടാവുന്നു. ഇനി ഈ പുനലൂർ എന്ന് പറയുന്ന ആ സ്ഥലം, കൊല്ലം ജില്ലയിലെ സ്ഥലം ഇത്രയും ചൂട് കൂടാൻ കാരണവും അതും വില്ലനായി വരുന്നത് ഒരു ചുരം തന്നെയാണ്. ബോഡി നായ്ക്കന്നൂർ ചുരം, കൊല്ലം ജില്ലയിലെ ഒരു ചുരമാണ് ആര്യങ്കാവ് ചുരം. എന്താ ചുരത്തിന്റെ പേര്? ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരവും നല്ല വീതിയുള്ളതാണ്. ഈ ആര്യങ്കാവ് ചുരത്തിലൂടെ തമിഴ്നാട്ടിൽ നിന്നും ചൂട് കാറ്റ് വരുന്നുണ്ട്. ഈ ആര്യങ്കാവ് ചുരത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, ടൗണാണ് ഏത്? പുനലൂർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഇത്രയും ചൂട് കൂടാൻ കാരണം. ഓക്കെ, ആ 3 കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന ജില്ല പാലക്കാട്, ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന താലൂക്ക് ചിറ്റൂരാണ്, ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥലം പുനലൂരാണ്. തിരിച്ചു വരാം. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ? കേരളത്തില് പരുത്തി കൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്നത് എവിടെയാണ്? കറുത്ത മണ്ണ് ധാരാളമുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അത് നമ്മുടെ മഹാരാഷ്ട്ര, പിന്നെ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒക്കെ ധാരാളമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. പരുത്തി അറിയപ്പെടുന്നത് ഒരു പേരിലാണ്, യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് പരുത്തി അറിയപ്പെടുന്നത്. എന്താ അറിയപ്പെടുന്നത്? പരുത്തി അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഫൈബർ എന്നാണ്. ഇത് പ്രീവിയസ് ആണ് കേട്ടോ. പരുത്തി യൂണിവേഴ്സൽ ഫൈബർ. എന്തുകൊണ്ടാണ് പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത്? ലോകവ്യാപകമായി വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പരുത്തി തുണിയാണ്, പരുത്തി കൊണ്ടുള്ള വസ്ത്രമാണ്. അതുകൊണ്ടാണ് പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി വ്യവസായം സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത് മുംബൈയിലാണ്. അതുകൊണ്ട് മുംബൈയെ വിളിക്കുന്നത് ഇന്ത്യയുടെ കോട്ടോണോപോളിസ് എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തിത്തുണി വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുംബൈയിലാണ്. അതുകൊണ്ട് മുംബൈയെ വിളിക്കുന്നത് ഇന്ത്യയുടെ കോട്ടോണോപോളിസ് എന്നാണ്. കോട്ടോണോപോളിസ്. ഓക്കെ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നത് മുംബൈ തുറമുഖമാണ് അല്ലേ? പരുത്തി തുറമുഖം. ഇതൊക്കെ ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. പരുത്തിയെ പറ്റി പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ എന്താ പരുത്തി? ഇവിടെ 3 ചോദ്യങ്ങൾ. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. ഇന്ത്യയുടെ കോട്ടോണോപോളിസ് എന്ന് വിളിക്കുന്നത് മുംബൈ ആണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നത് മുംബൈ ആണ്. പരുത്തി വസ്ത്രങ്ങൾ ധാരാളമായിട്ട് കയറ്റി അയക്കുന്ന ഇന്ത്യൻ തുറമുഖം മുംബൈ തുറമുഖം. അതുകൊണ്ട് ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് മുംബൈ അറിയപ്പെടുന്നു. ശരി, ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ കേരളത്തിലെ പരുത്തി കൃഷി ചെയ്യുന്ന ഏക ജില്ല പാലക്കാടാണ്. താലൂക്ക് അഥവാ സ്ഥലം ചോദിച്ചാൽ ചിറ്റൂരാണ്. അടുത്ത് നോക്കിക്കോളൂ. കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ക്ലിയർ, നമുക്കറിയാം അല്ലെ? ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതിയാണ്. നെല്ലിയാമ്പതി എവിടെയാണ്? പാലക്കാട് ജില്ല. ഒന്നുകൂടെ പറയാം. കേരളത്തില് ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നത്. ഓക്കെ. കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? മുതലമടയാണ്. പാലക്കാട് ജില്ലയിലെ മുതലമട. മാംഗോ സിറ്റി അല്ലെങ്കിൽ വേറെ രീതിയിലും ചോദിക്കും. കേരളത്തിന്റെ മാമ്പഴ ഗ്രാമം. കേരളത്തിന്റെ മാമ്പഴ ഗ്രാമം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ മുതലമട. മുതലമട എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് അല്ലേ? മുതലമട പാലക്കാട് ജില്ല. അപ്പോൾ മാംഗോ സിറ്റി എന്ന് ചോദിച്ചാലും മലയാളത്തിൽ തന്നെ മാമ്പഴ ഗ്രാമം എന്ന് പറഞ്ഞാലും ഏതാണ്? നമ്മുടെ മുതലമടയാണ് അല്ലേ? ഈ ലോകത്ത് കിട്ടുന്ന വെറൈറ്റി മാമ്പഴങ്ങളൊക്കെ, മാവുകളൊക്കെ എവിടെ ഉണ്ട് എന്നാണ്? പാലക്കാട് ജില്ലയിലെ മുതലമട എന്ന സ്ഥലത്തുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നോ മാമ്പഴ ഗ്രാമമെന്നോ ഒക്കെ മുതലമടയെ വിളിക്കുന്നത്. ഓക്കെ. കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാടാണ് കേട്ടോ. കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ അത് പാലക്കാട് ജില്ല. ഇനി നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാലോ അത് നമ്മുടെ കുട്ടനാടായിരിക്കും.
യെസ്, ഓക്കെ. അടുത്ത്, തിരുവിതാംകൂറിലെ കൃഷി വകുപ്പ് സ്ഥാപിതമായ വർഷം എന്നാണ് തിരുവിതാംകൂറിലെ കൃഷി വകുപ്പ് സ്ഥാപിതമായത്? 1908 തിരുവിതാംകൂറില് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തിരുവിതാംകൂറില് കൃഷി വകുപ്പ് സ്ഥാപിതമായ വർഷം 1908. യെസ്, ഓക്കെ. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ പരുത്തി കൃഷി ചെയ്യുന്ന ഏക പ്രദേശം ചിറ്റൂരാണ്, പാലക്കാട് ജില്ല, അല്ലെ? കേരളത്തിലെ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാ? നെല്ലിയാമ്പതിയാണ്. ഓറഞ്ച് കൃഷി നെല്ലിയാമ്പതി ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ്. പിന്നെ അടുത്ത് എന്താ? കേരളത്തിന്റെ മാംഗോ സിറ്റി എന്നോ കേരളത്തിന്റെ മാമ്പഴ ഗ്രാമം എന്നോ അറിയപ്പെടുന്നത് ഏതാണ്? മുതലമട, പാലക്കാട് ജില്ലയാണ്. പിന്നെ അടുത്തെന്താ? കേരളത്തിലെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ്. നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ കുട്ടനാടാണ്. തിരുവിതാംകൂറിലെ കൃഷി വകുപ്പ് സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1908 തിരുവിതാംകൂറിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുന്നത്. ആരാണ് തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് സ്ഥാപിച്ചത്? ശ്രീമൂലം തിരുനാളാണ്. എപ്പോഴാണ് നമ്മൾ പറഞ്ഞു? എപ്പോഴാ? 1908. ശരിയല്ലേ? 1908 ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് എന്ത് ചെയ്തത്? കേരളത്തിലെ കൃഷി വകുപ്പ്, കേരളത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ, കേരളം ആയില്ലല്ലോ അന്ന്, തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിക്കുന്നത് 1908 ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ്. ക്ലിയർ? കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കേരളത്തിന്റെ ജൈവ കൃഷി, അല്ലെ? ജൈവ കൃഷിയുടെ അംബാസിഡറായിട്ട് കേരള ഗവൺമെന്റ് ഒരാളിനെ വെച്ചിട്ടുണ്ട്. അത് ആരെന്നറിയാമോ? മറ്റൊന്നുമല്ല. ആരാണ്? ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന മഞ്ജു വാര്യരാണ് കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ. ജൈവ പച്ചക്കൃഷിയുടെ അല്ലെങ്കിൽ ജൈവ പച്ചക്കറി കൃഷിയുടെ അല്ലെങ്കിൽ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആയ മഞ്ജു വാര്യറാണ്. അടുത്ത് നോക്കാം. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഇടുക്കി ജില്ലയാണ്. അപ്പൊ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്നത്. 2015 ഇത് ശ്രദ്ധിക്കണേ, ചോദിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. 2015 ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനം ഏതാണ്? ഒന്നുകൂടെ, 2015 ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനം ഏതാണ്? നേന്ത്രക്കായ അറിയാലോ, നമ്മൾ ഏത്തൻ കായ എന്ന് പറയും, ഏത്തൻ പഴം എന്ന് പറയും. അതിന്റെ യഥാർത്ഥ പേര് നേന്ത്രക്കായ എന്നാണ്. അപ്പോൾ ഏത് നേന്ത്രക്കായ ഇനത്തിനാണ് 2015 എന്ത് ലഭിച്ചത്? ഭൗമസൂചിക പദവി ലഭിച്ചത്. ഏതാണ് അതിന്റെ പേര്? ചെങ്ങോലിക്കോടൻ എന്ന് പറയുന്ന നേന്ത്രക്കായ ഇനത്തിനാണ്, നേന്ത്രവാഴയ്ക്കാണ്. ഈ ചോദ്യം ശ്രദ്ധിക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? 2015 ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനത്തിന്റെ പേര് ഏതാ? ചെങ്ങോലിക്കോടൻ എന്ന് പറയുന്ന ഇതിനാണ് 2015 ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനം. യെസ്, ഓക്കെ. കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കർഷകർക്ക് കേരളത്തിലല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തില് പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയത് കേരളമാണ്. ഇത് കണ്ടിട്ട് മറ്റു പല സംസ്ഥാനങ്ങൾ പിന്നെ എന്ത് ചെയ്തു? അവരുടെ കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തി. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? തിരുവിതാംകൂറിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച വർഷം 1908. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച രാജാവിന്റെ പേര് ശ്രീമൂലം തിരുനാൾ രാജാവാണ്. ജൈവ കൃഷിയുടെ കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് മഞ്ജു വാര്യറാണ്. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണ്. 2015 ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ നേന്ത്രക്കായ ഇനം ഏതാണ്? അല്ലെങ്കിൽ ഏത് നേന്ത്രവാഴയ്ക്കാണ് 2015 ഭൗമസൂചിക പദവി ലഭിച്ചത്? ഏതാ അതിന്റെ പേര്? ചെങ്ങോലിക്കോടൻ എന്ന നേന്ത്രവാഴയ്ക്കാണ് 2015 എന്ത് അവാർഡ് കിട്ടിയത്? ഭൗമസൂചിക പദവി ലഭിക്കുന്നത്. എന്താ അതിന്റെ പേര്? ചെങ്ങോലിക്കോടൻ എന്ന് പറയുന്നതാണ്. അടുത്തെന്താ പറയുന്നത്? കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം.
മറ്റേതുമല്ല, കേരളം അല്ലെ. കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ക്ലിയർ. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ സംരംഭത്തിന്റെ പേരെന്താണ്? കേരളത്തില് നമ്മൾ ഈ പറഞ്ഞതൊക്കെ കേരളത്തിലെ കാര്യങ്ങളാണ്. കേരളത്തില് തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ സംരംഭത്തിന്റെ പേര് ഹോർട്ടികൾച്ചർ മിഷൻ എന്നാണ്. ഒന്നുകൂടെ, തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിലെ സർക്കാരിന്റെ സംരംഭമാണ് ഹോർട്ടികൾച്ചർ മിഷൻ. ഹോർട്ടികൾച്ചർ മിഷൻ. അതിനടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക്, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്കിന്റെ പേര് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്കിന്റെ പേര് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര. മാവേലിക്കര സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. യെസ്, ഓക്കെ. കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം നിങ്ങൾക്കറിയാം, മാട്ടുപ്പെട്ടി. മാട്ടുപ്പെട്ടി ഏത് ജില്ലയാ? മാട്ടുപ്പെട്ടി ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ്. മാട്ടുപ്പെട്ടി ഡാമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലെ മാട്ടുപ്പെട്ടി അതിനടുത്താണ് മാട്ടുപ്പെട്ടി ഡാം ഉള്ളത്. ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന ജില്ല എന്താ പേര്? ഫലസമൃദ്ധി. അപ്പൊ ഫലസമൃദ്ധി എന്ന പേരില് ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന ഒരു ജില്ല അത് നമ്മുടെ തൃശ്ശൂരാണ്. അപ്പൊ തൃശ്ശൂർ ഒരു ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്നുണ്ട്. തൃശ്ശൂർ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്. എന്താ അതിന്റെ പേര്? അത് ഫലസമൃദ്ധി എന്ന പേരാണ്. അപ്പൊ എന്താ ചോദ്യം? ഫലസമൃദ്ധി എന്ന പേരില് ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന ജില്ല തൃശ്ശൂർ ജില്ലയാണ്. കേരളം മണ്ണും മനുഷ്യനും എന്ന കൃതിയുടെ കർത്താവാരാണ്? കേരളം മണ്ണും മനുഷ്യനും. പുസ്തകത്തിന്റെ പേര് കേരളം മണ്ണും മനുഷ്യനും. ഈ കൃതി രചിച്ചതാരാണ്? ഈ പുസ്തകം രചിച്ചതാരാണ്? നമ്മുടെ മുൻ ധനകാര്യമന്ത്രിയായ കേരളത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ഡോക്ടർ തോമസ് ഐസക് ആണ് ഇത് രചിച്ചത് അല്ലെ. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക വിചക്ഷണനാണ് ആര്? തോമസ് ഐസക് എന്ന് പറയുന്നത്. അദ്ദേഹം രചിച്ച പുസ്തകമാണ് ഏത്? കേരളം മണ്ണും മനുഷ്യനും. മറക്കരുതേ, ചോദിക്കാൻ സാധ്യതയുണ്ട്. കേരളം മണ്ണും മനുഷ്യനും കൃതി രചിച്ചതാരാണ്? ഡോക്ടർ തോമസ് ഐസക് ആണ്, നമ്മുടെ മുൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. യെസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞെന്താ? തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ സംരംഭത്തിന്റെ പേര് ഹോർട്ടികൾച്ചർ മിഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് എന്ന് പറയുന്നത് മാവേലിക്കരയിലാണ് സ്ഥാപിച്ചത്, ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? മാട്ടുപ്പെട്ടി എന്ന സ്ഥലത്താണ്. മാട്ടുപ്പെട്ടി ഏത് ജില്ല? ഇടുക്കി ജില്ലയിലാണ്. ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിക്കുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. കേരളം മണ്ണും മനുഷ്യനും ഒരു കൃതിയുടെ പേരാണ്. കേരളം മണ്ണും മനുഷ്യനും. ഈ കൃതി രചിച്ചതാരാണ്? തോമസ് ഐസക്. ഡോക്ടർ തോമസ് ഐസക്. അല്ലെങ്കിൽ ഡോക്ടർ തോമസ് ഐസക് രചിച്ച പ്രധാനപ്പെട്ട കൃതി ഏത്? കേരളം മണ്ണും മനുഷ്യനും. ഇങ്ങനെ ചോദിക്കാം. തോമസ് ഐസക് രചിച്ച കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കൃതിയുടെ പേര്. വേറെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ കാർഷികവുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക് രചിച്ച കൃതിയാണ് കേരളം മണ്ണും മനുഷ്യനും എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സ്കൂൾ കുട്ടികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച നെൽകൃഷി പദ്ധതിയുടെ പേര്, നല്ല പേരാണ് കേട്ടോ, എല്ലാവരും പാടത്തേക്ക്. അപ്പൊ എല്ലാവരും പാടത്തേക്ക് എന്ന് പറയുന്ന ഈ പദ്ധതി എല്ലാവരും പാടത്തേക്ക് എന്ന് പറയുന്ന ഈ പദ്ധതി എന്താണ്? സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച നെൽകൃഷി പദ്ധതിയാണ് ഏത്? എല്ലാവരും പാടത്തേക്ക്. അപ്പൊ പുതിയ തലമുറ, ഈ ന്യൂ ജനറേഷൻ കൃഷിയിൽ നിന്നും അകന്നു പോകുന്നുവെന്ന് നിരവധി റിപ്പോർട്ടുകൾ, ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. താല്പര്യമില്ലായ്മ മാത്രമല്ല, കുട്ടികൾ യൂത്ത് കേരളത്തിൽ നിൽക്കുന്നുമില്ല. അവർ ഒരു നിശ്ചിത എഡ്യൂക്കേഷൻ കഴിഞ്ഞുകൊണ്ട് വിദേശങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ
നമ്മുടെ യൂത്തിൻ്റെ എണ്ണം കുറയുന്നു. 2, കാർഷിക മേഖല ഭാവിയിൽ തകരാനും സാധ്യതയുണ്ട്. അപ്പോൾ കേരള സർക്കാർ ഈ സ്കൂൾ കുട്ടികളെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും നെൽകൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക്. ശ്രദ്ധിക്കണേ. അപ്പോൾ എന്താ എല്ലാവരും പാടത്തേക്ക്? ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, എല്ലാവരും പാടത്തേക്ക് എന്ന് പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയാണ്? സ്കൂൾ കുട്ടികളെ നെൽകൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എല്ലാവരും പാടത്തേക്ക് എന്ന പദ്ധതി. അടുത്ത് നോക്കാം. 2018 പ്രളയം അറിയാലോ. 17, 18 പ്രളയം ഉണ്ടായി അല്ലേ? 18 പ്രളയമാണ് ഏറ്റവും വലിയ പ്രളയം. അടുത്ത 20 പ്രളയം ഉണ്ടാകുന്നു. ഈ 2018 പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആ പദ്ധതിയുടെ പേര് പുനർജനി എന്ന പദ്ധതിയാണ്. ചോദ്യം എന്താ? 2018 പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ, ഉത്തേജിപ്പിക്കാൻ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പുനർജനി പദ്ധതി. മറക്കണ്ട, എന്താ പുനർജനി പദ്ധതി? കേരള സർക്കാരിൻ്റെ 2018 പ്രളയത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കാർഷിക മേഖലയാണ് തകർന്നു പോയത്. അപ്പൊ ഈ കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കണം, കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കണം. അതിനുവേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പുനർജനി പദ്ധതി. മറക്കണ്ട. അടുത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്കായി സർക്കാർ ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതി എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞു, കർഷകർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇവിടെ ഇതാ പറയുന്നു, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്ക് കേരള സർക്കാർ ഒരു പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ പെൻഷൻ പദ്ധതിയുടെ പേര്? കിസാൻ അഭിമാൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പൊ എന്താ ഈ കിസാൻ അഭിമാൻ എന്ന് പറയുന്ന പദ്ധതി? 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയുടെ പേരാണ് കിസാൻ അഭിമാൻ. കിസാൻ എന്ന് പറഞ്ഞ കർഷകനാണ് അല്ലെ? അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? എന്താ എല്ലാവരും പാടത്തേക്ക് എന്ന് പറയുന്ന പദ്ധതി? സ്കൂൾ കുട്ടികളെ നെൽകൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, നെൽകൃഷിയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏതാ? എല്ലാവരും പാടത്തേക്ക് എന്ന പദ്ധതി. 2018 തകർന്ന കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കാൻ അഥവാ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി കൃഷി വകുപ്പ് അഥവാ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പുനർജനി എന്ന പദ്ധതി. 60 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പെൻഷൻ പദ്ധതിയുടെ പേരെന്താണ്? കിസാൻ അഭിമാൻ എന്നാണ് പദ്ധതിയുടെ പേര്. ക്ലിയർ? നോക്കാം. കർഷകർക്കായുള്ള കേരള സർക്കാരിൻ്റെ പലിശരഹിത വായ്പാ പദ്ധതിയുടെ പേരെന്താണ്? കർഷകർക്ക് കേരള സർക്കാർ പലിശരഹിത വായ്പ കൊടുക്കുന്നുണ്ട്. വായ്പ കൊടുത്തിട്ട് ആ വായ്പയിൽ നിന്നും ഇൻട്രസ്റ്റ് വാങ്ങില്ല, പലിശ വാങ്ങില്ല. ഇവർ എത്ര രൂപ, ഇപ്പോൾ 50,000 രൂപ ഒരു വ്യക്തി എടുക്കുകയാണെങ്കിൽ അയാൾ എത്ര തിരിച്ചടച്ചാൽ മതി? ഗഡുക്കളായിട്ട് ഈ 50,000 രൂപ തിരിച്ചടച്ചാൽ മതി. ഒരു പൈസ പോലും ഇൻട്രസ്റ്റ്, പലിശ വാങ്ങുന്നില്ല. അങ്ങനത്തെ ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ പേരാണ് ഗ്രീൻ കാർഡ് പദ്ധതി. അപ്പൊ എന്താ ഗ്രീൻ കാർഡ് പദ്ധതി? കർഷകർക്കായുള്ള കേരള സർക്കാരിൻ്റെ പലിശ രഹിത വായ്പാ പദ്ധതി. അപ്പൊ കർഷകർക്കായുള്ള കേരള സർക്കാരിൻ്റെ പലിശ രഹിത വായ്പാ പദ്ധതിയുടെ പേരെന്താണ്? ഗ്രീൻ കാർഡ് പദ്ധതി എന്നാണ്. അടുത്ത് നോക്കാം. വിഷരഹിത പച്ചക്കറി ഗ്രാമം ലക്ഷ്യം വെച്ച് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷിയുടെ പേരെന്താണ്? എന്താണ്? വിഷരഹിത പച്ചക്കറി. നമുക്കിപ്പോൾ അവൈലബിൾ ആകുന്ന വെജിറ്റബിൾസ്, പച്ചക്കറികൾ എല്ലാം വിഷാംശമാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ അതിങ്ങോട്ട് വരുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? വിഷാംശം അതിൽ അടിക്കുന്നുണ്ട് അല്ലേ? കൃഷി ചെയ്യുന്ന സമയത്ത് അടിക്കുന്നുണ്ട്. ഇനി കൃഷി ചെയ്ത് വിളവെടുത്ത് കഴിഞ്ഞിട്ടും അത് നശിക്കാതിരിക്കാൻ വേണ്ടി, കുറേ കാലം അത് നിലനിർത്താൻ വേണ്ടി, അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു? അടിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച് ഭക്ഷിക്കുന്നത്. അപ്പൊ എറണാകുളം ജില്ലക്കാരെന്താ ചെയ്തേ? വിഷരഹിത പച്ചക്കറി ഗ്രാമം എന്ന ലക്ഷ്യം വെച്ചിട്ട് അവർ എറണാകുളം ജില്ലയിൽ ഒരു ജൈവ പച്ചക്കറി കൃഷി ആരംഭിക്കുന്നു. അതിൻ്റെ പേരാണ് ചോറിന് ഒരു കൂട്ടാൻ നാടാകെ. അപ്പോൾ എന്താണ്? ചോറിനൊരു കൂട്ടാൻ നാടാകെ.
അപ്പൊ എന്താ ഈ ചോറിനൊരു കൂട്ടാൻ നാടാകെ എന്ന് പറഞ്ഞാൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷിയുടെ പേരാണ് ചോറിന് ഒരു കൂട്ടാൻ നാടാകെ. യെസ്, നോക്കാം. കേരളത്തിലെ പ്രധാന നെൽകൃഷി രീതികൾ ഏതൊക്കെയാണ്? കേരളത്തിലെ പ്രധാന നെൽകൃഷി രീതികൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് വിരിപ്പ് എന്ന് പറയുന്ന ഒരു നെൽകൃഷി രീതിയുണ്ട്. രണ്ടാമത്തത് മുണ്ടകൻ, നമ്മൾ നേരത്തെ പറഞ്ഞേ മുണ്ടകൻ എന്ന് പറയുന്ന ഒരു നെൽകൃഷി രീതിയുണ്ട്. അടുത്തത് പുഞ്ച. അപ്പൊ കേരളത്തിലെ 3 ടൈപ്പ് നെൽകൃഷി രീതികൾ ഏതൊക്കെയാണ്? 3 കാലഘട്ടങ്ങളിൽ, ഒരു വർഷത്തെ 3 കാലഘട്ടങ്ങളിലാണ് ഈ 3 കൃഷിയും നടത്തുന്നത്, നെൽകൃഷി നടത്തുന്നത്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. മറക്കണ്ട 3 ടേമുകൾ. കേരളത്തിലെ 3 തരം നെൽകൃഷി രീതികൾ ഏതൊക്കെ? ഒന്നാമത്തെ പേര് വിരിപ്പ്, രണ്ടാമത്തെ പേര് മുണ്ടകൻ, മൂന്നാമത്തെ പേര് എന്താ? പുഞ്ച എന്നാണ്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞെന്താ? കർഷകർക്കായുള്ള കേരള സർക്കാരിന്റെ പലിശരഹിത വായ്പാ പദ്ധതിയുടെ പേര് ഗ്രീൻ കാർഡ് പദ്ധതി. അപ്പൊ എന്താ ഗ്രീൻ കാർഡ് പദ്ധതി? കർഷകർക്കായുള്ള കേരള സർക്കാരിന്റെ പലിശരഹിത വായ്പാ പദ്ധതിയാണ്. വിഷരഹിത പച്ചക്കറി ഗ്രാമം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് എറണാകുളം ജില്ലക്കാർ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷിയുടെ പേരെന്താണ്? ചോറിന് ഒരു കൂട്ടാൻ നാടാകെ. ഇനി എന്താണ് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്ന് പറയുന്നത്? കേരളത്തിലെ 3 പ്രധാനപ്പെട്ട നെൽകൃഷി രീതികൾക്ക് പറയുന്ന പേരാണ് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. യെസ്. നോക്കാം എന്തൊക്കെയാണ് 3. ഒന്ന് വിരിപ്പ്, പിന്നെയോ മുണ്ടകൻ, അടുത്തതോ പുഞ്ച. അപ്പൊ കേരളത്തിലെ 3 നെൽകൃഷി രീതികളാണ്, 3 കാലഘട്ടത്തിൽ ചെയ്യുന്ന നെൽകൃഷി രീതികളാണ്. ഏതൊക്കെ? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. അല്ല, ആദ്യം നമുക്ക് വിരിപ്പ് നോക്കാം. എന്തൊക്കെയാണ് വിരിപ്പിന്റെ പ്രത്യേകത? എന്തൊക്കെയാണ്? ശ്രദ്ധിക്കണേ, ഇത് ശ്രദ്ധിക്കണേ. പഠിക്കാൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, പഠിച്ചു വെക്കണം. വിരിപ്പ് എന്തൊക്കെ പ്രത്യേകത? വിള ഇറക്കുന്നത് അല്ലെങ്കിൽ വിത്ത് ഇറക്കുന്നത് എപ്പോഴാണ്? വിത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വിരിപ്പ് കൃഷിയിൽ വിത്ത് ഇറക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ മുതൽ മെയ് വരെ, ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വിരിപ്പ് കൃഷിയിൽ വിത്ത് ഇറക്കുന്നത് അഥവാ വിള ഇറക്കുന്നത്. അപ്പോൾ വിരിപ്പ് കൃഷിയിൽ വിള ഇറക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ദെൻ അടുത്ത് നോക്കാം. വിളവെടുക്കുന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. അപ്പൊ വിരിപ്പ് കൃഷിയിൽ വിത്തിറക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലും വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണ്. തിരിഞ്ഞു പോണ്ട. നമ്മൾ മുണ്ടകൻ പഠിക്കുമ്പോഴും പുഞ്ച പഠിക്കുമ്പോഴും ഈ മാസങ്ങൾ മാറി വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി ഉറപ്പിച്ചോളൂ. വിരിപ്പ് കൃഷിയിൽ വിത്ത് ഇറക്കുന്നത് അഥവാ വിളവ് ഇറക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. എപ്പോഴാണ് പിന്നെ ഇറക്കിയിട്ട് നമ്മൾ കൊയ്യുന്നത്, വിളവെടുക്കുന്നത്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൊയ്യുന്നു. എന്തോന്നാണ്? വിരിപ്പ് കൃഷി. അടുത്ത് ഖാരിഫ് വിളകള്, ശരത്കാല വിളകള് എന്നിങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന കൃഷി രീതി ചോദിച്ചാൽ വിരിപ്പാണ്. ഖാരിഫ് വിള നമുക്കറിയാം അല്ലേ? നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ പഠിക്കും. ഇന്ത്യയുടെ 3 കാർഷിക വിളകൾ, കാർഷിക കാലങ്ങൾ ഏതൊക്കെ? ഖാരിഫ്, റാബി, സയ്ദ്. ഏതൊക്കെയുണ്ട്? ഖാരിഫ് അല്ലേ? ഖാരിഫ്, റാബി, പിന്നെ എന്താ? സയ്ദ്. ഇത് 3മാണ് കേരളത്തിലെ 3 കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. ഈ ഓരോ കാർഷിക കാലത്തിനും കുറേയേറെ വിളകളുണ്ട്. ഏതൊക്കെയാണ്? ഇപ്പോൾ ഖാരിഫ് വിള, അത് സാധാരണ നിങ്ങൾക്ക് ഖാരിഫ് റാബിയും തമ്മിൽ തിരിഞ്ഞു പോകും അല്ലെ? ഖാരിഫ് വിളകൾ, ഇന്ത്യയിലെ ഖാരിഫ് വിളകൾ അതൊക്കെ, അതിനൊരു കോഡുണ്ട്. ആ കോഡ് ഇങ്ങനെ ഞാൻ വേഗം പറഞ്ഞു തരാമേ. ചോ, കാ, നീ, പ, ച, നെല്ല്, തിന്നും. ഇതാണ് നമ്മുടെ ഏതിൻ്റെ? ഖാരിഫ് വിളയുടെ കോഡെന്ന് പറയുന്നത്, വിളകളുടെ. ഈ കിടക്കുന്ന ചോകനി പച്ചനെല്ല് തിന്നും. ചോകാനി പച്ചനെല്ല് തിന്നും. എന്താ ചോകനി പച്ചനെല്ല് തിന്നും എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ വിളയാണ്, കാർഷിക വിളകളാണ്, ഖാരിഫ് വിളകളാണ്. ചോ എന്ന് പറഞ്ഞാൽ എന്താ? ചോളം ആണ്.
കാ എന്ന് പറഞ്ഞാൽ എന്താണ്? കരിമ്പാണ്, കരിമ്പ്. നീ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലക്കടലയാണ്, നിലക്കടല. പാ എന്ന് പറഞ്ഞാൽ പരുത്തിയാണ്. ഇച്ചയ്ക്ക് നമുക്ക് ചായ എടുക്കാം, ചണമാണ്. നെല്ലറിയാമല്ലോ, നെല്ല് തന്നെയാണ്. തിന്നും എന്ന് പറഞ്ഞാൽ തിനവിളകളെയാണ്. മൊത്തത്തിൽ നമ്മൾ തിനവിളകൾ അല്ലെങ്കിൽ മില്ലറ്റ്സ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ തിന്നും എന്ന കോഡ് കൊണ്ട് കണക്ട് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട തിനവിളകൾ ഏതൊക്കെയാണ്? ബജ്ര, ജോവർ, റാഗി. ഏതൊക്കെയാണ്? ബജ്ര, ജോവർ, റാഗി. ഇത്രയുമാണ് പ്രധാനപ്പെട്ട തിനവിളകളായിട്ട് പറയുന്നത്. ഈ നമ്മളിപ്പോൾ എഴുതിയതാണ് മിക്കവാറും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഖാരിഫ് വിളകൾ. കണ്ടോ, നമ്മൾ കോഡിലല്ലേ എഴുതിയത്? ചോക്കാനി പച്ചനെല്ല് തിന്നും, ചോക്കാനി പച്ചനെല്ല് തിന്നും, ചോക്കാനി പച്ചനെല്ല് തിന്നും, ചോകനി പച്ചനെല്ല് തിന്നും. ഏതൊക്കെയാ? ചോളം, കാ കരിമ്പ്, നീ നിലക്കടല, പാ പരുത്തി, ചണം, നെല്ല് നെല്ല്, തിന്നും തിനവിളകൾ. ഏതൊക്കെയാ? ബജ്ര, ജോവർ, റാഗി, ബജ്ര, ജോവർ, റാഗി. ഇത്രയുമാണ് പ്രധാനപ്പെട്ട എന്ത് വിളകള്? ഖാരിഫ് വിളകൾ. ഇനി റാബി വിളകളുമുണ്ട്. വേഗം ഞാനൊന്ന് പറഞ്ഞു തരാം. അതിനും കോഡുണ്ട്. റാബി വിളകൾ, ആ കോഡ് ഇതാണ്: ബാലിക, ഗോപബാലിക. ബോറടിക്കുമ്പോൾ, ബോർ എന്നെഴുതാം, ബോർ. ഓടയിൽ പുകയ്ക്കും, ഗോ എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്, ഗോതമ്പ്. പാ എന്ന് പറഞ്ഞാൽ ഇവിടെ പാ എന്താ? പരുത്തിയാണ്. ഇവിടുത്തെ പാ പയർ വർഗ്ഗങ്ങളാണ്. ബാലി എന്ന് പറഞ്ഞാൽ ബാർലിയാണ്, ബാർലി. കാ എന്ന് പറഞ്ഞാൽ ഇവിടെയും കായുണ്ട്, ഇവിടെ കരിമ്പാണ്, ഇത് കടുകാണ്, കടുക്. ബോറടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ബ്രോക്കോളി എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ്, ബ്രോക്കോളി. ഓടയിൽ എന്ന് പറഞ്ഞാൽ ഓട്സ് ആണ്, ഓട്സ്. പുകയ്ക്കും എന്ന് പറഞ്ഞാൽ പുകയിലയാണ്, പുകയില. അപ്പൊ എന്താ ഇവിടെ? ഗോതമ്പ്, പാ പരുത്തി. ഇവിടെ ഏതാണ്? പാ എന്ന് പറയുന്നത് പരുത്തിയാണ്. ഇവിടെ പയർവർഗ്ഗങ്ങൾ. ബാർലി. കാ ഇവിടെ എന്താണ്? കടുക്. ബോറടിക്കുമ്പോൾ ബ്രോക്കോളി. ഓടയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്സ്. പുകയ്ക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? പുകയില. ഇതാണ് നമ്മുടെ റാബി വിളകൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട റാബി വിളകൾ. ഇത് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ, കോഡ് അല്ലെ. ഇനി എന്താ പറയുന്നത്? സൈദ് വിള വേറെ ഒന്നുമല്ല, പ്രധാനപ്പെട്ട എല്ലാ പഴങ്ങളും പച്ചക്കറികളും സൈദ് വിളകളായിരിക്കും. സൈദ് വിളയിൽ നിന്ന് ചോദിക്കുന്ന മിക്കവാറും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വാട്ടർമെലൻ ആണ്, വാട്ടർമെലൻ. തണ്ണിമത്തൻ എന്ത് വിള എന്ന് ചോദിച്ചാൽ എന്താ? സൈദ് വിളയാണ്. ഇത് ഇന്ത്യൻ ജിയോഗ്രഫിയിൽ വരുന്നതാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, അത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട. ഞാൻ ഈ കോഡ് ഇത് വന്നപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഈ ഖാരിഫ് വന്നപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? വിള ഇറക്കുന്നത് ഏപ്രിൽ മുതൽ, വിരിപ്പില് വിള ഇറക്കുന്നത് ഏപ്രിൽ മുതൽ മെയ് വരെ, വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ. ഖാരിഫ് വിളകൾ, ശരത്കാല വിളകൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃഷി രീതി, കേരളത്തിലെ കൃഷി രീതിയാണ് ഏത്? വിരിപ്പ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. അടുത്തിലേക്ക് പോവുകയാണേ. മുണ്ടകൻ രണ്ടാമത്താണ് ഏത്? മുണ്ടകൻ. ആദ്യത്തേത് ഏതാണ്? വിരിപ്പ്. രണ്ടാമത്തെ ഏതാണ്? മുണ്ടകൻ. മുണ്ടകൻ എന്ന് പറയുന്നത് നമ്മൾ ശീതകാല കൃഷി രീതി എന്നാണ് മുണ്ടകനെ പറയുന്നത്. ശീതകാല കൃഷി രീതി, കേരളത്തിലെ ശീതകാല കൃഷി രീതിയാണ് ഏത്? മുണ്ടകൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഖാരിഫ്, റാബി, സൈദ് എന്ന് പറയുന്നത് ഇന്ത്യയില്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെയാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് കേരളത്തിലെ 3 തരം നെൽകൃഷി രീതികളാണ്, കാലങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഏതാണ്? മുണ്ടകൻ. മുണ്ടകനെ നമ്മൾ വിളിക്കുന്നത് ശീതകാല കൃഷി രീതി എന്നാണ്. അത് എപ്പോ വിത്തിറക്കുന്നു അല്ലെങ്കിൽ വിള ഇറക്കുന്നു, എപ്പോ വിളവെടുക്കുന്നു? അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിള ഇറക്കുന്നു, വിത്തിറക്കുന്നു. എപ്പോ വിളവെടുക്കുന്നു? ഡിസംബർ ജനുവരി മാസങ്ങളിൽ വിളവെടുക്കുന്നു. ഒന്നുകൂടെ, മുണ്ടകൻ എന്ന് പറയുന്നത് ശീതകാല കൃഷിയാണ്. മുണ്ടകൻ കൃഷിയിൽ എപ്പോൾ വിത്തിറക്കുന്നു അല്ലെങ്കിൽ വിള ഇറക്കുന്നത് എപ്പോഴാണ്? അത് നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. മുണ്ടകൻ കൃഷിയിൽ വിളവെടുക്കുന്നത്, കൊയ്യുന്നത്, ഹാർവസ്റ്റ് എപ്പോഴാണ്? ഡിസംബർ ജനുവരി മാസത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ മുണ്ടകൻ കൃഷിയുടെ വിളവെടുക്കുന്നു. മറക്കണ്ട, ഒന്നുകൂടെ, മുണ്ടകൻ വിത്തിറക്കുന്നത്, വിളയിറക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസം. മുണ്ടകൻ വിളവെടുക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിൽ. ക്ലിയർ ആണേ? അടുത്ത നമ്മൾ മൂന്നാമത്തേലേക്ക് പോവുകയാണേ. പുഞ്ചകൃഷി. അപ്പോൾ വിരിപ്പ്, മുണ്ടകൻ, പിന്നെ ഏതാണ്? പുഞ്ച.
കേരളത്തിലെ 3 നെൽകൃഷി കുറിച്ചാണ് പറയുന്നത്. നെൽകൃഷി കാലങ്ങളെന്നോ നെൽകൃഷി രീതികളെന്നോ പറയാം. ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ പറഞ്ഞ ഏതാണ്? ആദ്യത്തേതും പറഞ്ഞു, രണ്ടാമത്തേതും പറഞ്ഞു, അല്ലെ? വിരിപ്പും പറഞ്ഞു, മുണ്ടകനും പറഞ്ഞു. ഇപ്പൊ ഇവിടെ പുഞ്ച. എന്താ പുഞ്ച എന്ന് പറഞ്ഞാൽ വേനൽക്കാല കൃഷി രീതിയാണ് പുഞ്ച എന്ന് പറയുന്നത്, അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? ശീതകാലം. ഇവിടെ വേനൽക്കാല കൃഷി രീതിയാണ് പുഞ്ച എന്ന് പറയുന്നത്. വിത്തിറക്കുന്നത് ഡിസംബർ ജനുവരി മാസത്തിലും പുഞ്ച കൃഷിയിലെ വിളവെടുക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലുമാണ്. ഒന്നുകൂടെ, പുഞ്ചകൃഷിയിൽ വിത്തിറക്കുന്നത് ഏത്? ഡിസംബർ ജനുവരി മാസത്തില്. പുഞ്ചകൃഷിയിൽ വിളവെടുക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലുമാണ്. മാർച്ച് ഏപ്രിൽ മാസം ശ്രദ്ധിച്ചോളണേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള. അപ്പൊ കേരളത്തിൽ എവിടെ നോക്കിയാലും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു 5 സെന്റ് ഭൂമിയാണെങ്കിൽ ഒരു 2-3 തെങ്ങ് അവിടെ ഉണ്ടാവും, അല്ലെ? അത് തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള, വിറ്റ് പൈസ ഉണ്ടാക്കുന്ന വിളകളെയാണല്ലോ നമ്മൾ നാണ്യവിള എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള ചോദിച്ചാൽ അത് തെങ്ങാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള എന്നാണ് ചോദ്യം. ആൻസർ തെങ്ങാണ്. ഇതിനടുത്ത് എന്താ പറയുന്നത്? തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങ് ഇനം ഏതാണ്? ഏതോ ഒരു തെങ്ങിനത്തില് തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടെത്താൻ വേണ്ടി പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ തെങ്ങിന്റെ പേര് ചാവക്കാട് കുള്ളൻ എന്ന് പറയുന്നൊരു തെങ്ങാണ്. ഒരുപാട് ഈൽഡ് കിട്ടുന്ന, ഒരുപാട് നാളികേരം കിട്ടുന്ന ഒരു തെങ്ങാണ് ഏത്? ചാവക്കാട് കുള്ളൻ എന്ന് പറയുന്നത്. ഈ ചാവക്കാട് കുള്ളൻ എന്ന ആ തെങ്ങിലാണ് തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പരീക്ഷണം നടത്തിയത്. ഒന്നുകൂടെ പറയാം, തെങ്ങിന്റെ ജനിതക രഹസ്യം അറിയാൻ വേണ്ടി പരീക്ഷണം നടത്തിയ തെങ്ങ് ഇനം ഏതാണ്? ചാവക്കാട് കുള്ളൻ എന്ന് പറയുന്ന തെങ്ങാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ കൊച്ചിയാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ കൊച്ചി. നാളികേര വികസന ബോർഡാണ്. ആസ്ഥാനം ചോദിച്ചാൽ കൊച്ചിയാണ്. അതിനടുത്ത് ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് മാമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ മാമം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് സംഭവിക്കുന്നത്? എന്തുള്ളത്? ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ്. ഒന്നുകൂടെ, ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്ത് മാമം എന്ന സ്ഥലത്ത് എന്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ്. ഒന്നുകൂടെ പറയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള തെങ്ങാണ്. തെങ്ങിന്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ പരീക്ഷണം നടത്തിയ തെങ്ങ് ഇനം ചാവക്കാട് കുള്ളനാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ്, ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആറ്റിങ്ങലിനടുത്ത് മാമം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ക്ലിയർ? ലോക നാളികേര ദിനം എന്നാണ്. ലോക നാളികേര ദിനം എന്നാണ്. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം എന്നാണ്. സെപ്റ്റംബർ 2. കർഷക ദിനം നമ്മൾ പറഞ്ഞു ചിങ്ങ 1. ഇവിടെ ലോക നാളികേര ദിനം. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2, അല്ലെ? കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം ഏതാണ്? നവര അരിയാണ്. കേരളത്തില് കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള അരി, അല്ലെ? നേരത്തെ നമ്മൾ വൈറ്റമിൻ എ ഒക്കെ പറഞ്ഞു. ഇവിടെ കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു അരി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് വളരെ റെയറായിട്ട് കൃഷി ചെയ്യുന്നുള്ളൂ. ആ അരിയുടെ പേരാണ് നവര അരി. അപ്പൊ എന്താ നവര അരി? കേരളത്തില് കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള ഒരു അരിയുടെ പേരാണ് എന്താ? നവര അരി എന്ന് പറയുന്നത്. അതിനടുത്ത് എന്താ പറയുന്നത്? അർബുദത്തെ പ്രതിരോധിക്കുന്ന അരിയുടെ പേരെന്താണ്? അർബുദം, ക്യാൻസർ. ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു അരി കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് നവര അരി. അപ്പൊ നവര അരിക്ക് ഇവിടെ 2 ചോദ്യങ്ങൾ വരുന്നു. എന്താ? ഔഷധ മൂല്യം കൂടുതലുള്ള കേരളത്തിൽ കൃഷി ചെയ്യുന്ന അരിയുടെ പേര് നവര അരിയാണ്. ഇനി എന്താ പറയുന്നത്? അർബുദത്തെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന അരിയും തന്നെയാണ്? നവര അരി തന്നെയാണ്. ഇതിനടുത്ത് ചന്ദനത്തിന്റെ സുഗന്ധമുള്ള ഒരു നെല്ലിനമുണ്ട്, ഒരു അരിയുണ്ട്. ചന്ദനത്തിന്റെ സുഗന്ധമുള്ള അരിയുടെ പേര്
ഗന്ധകശാല എന്നാണ്. ചന്ദനത്തിന്റെ സുഗന്ധമുള്ള അരിയുടെ പേര് ഗന്ധകശാല. അപ്പൊ എന്നാണ് ലോക നാളികേര ദിനം? സെപ്റ്റംബർ 2. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ മൂല്യമുള്ള നെല്ലിനം ഏതാണ്? നവര അരിയാണ്. അർബുദത്തെ അഥവാ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന അരിയുടെ പേരെന്താണ്? നവര അരിയാണ്. ചന്ദനത്തിന്റെ സുഗന്ധമുള്ള നെല്ലിനത്തിന്റെ പേരെന്താണ്? ഗന്ധകശാല എന്ന് പറയുന്ന നെല്ലിനമാണ് ഏതിൻ്റെ? ചന്ദനത്തിന്റെ സുഗന്ധമുള്ള നെല്ലിനമായിട്ട് പറയുന്നത്. യെസ്, ഓക്കെ. സുഗന്ധ നെല്ലിനങ്ങൾ വിളയിക്കുന്ന വയനാട്ടിലെ സ്ഥലങ്ങൾ ഏതാണ്? സുഗന്ധ നെല്ലിനം, നമ്മളത് ചന്ദനമൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ സുഗന്ധ നെല്ലിനങ്ങൾ വിളയിക്കുന്ന വയനാട്ടിൽ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഒന്ന് ചേകാടി എന്ന സ്ഥലം, മറ്റൊന്ന് തിരുനെല്ലി എന്ന സ്ഥലം. അപ്പൊ ചേകാടി എന്ന സ്ഥലത്തും തിരുനെല്ലി എന്ന സ്ഥലത്തും സുഗന്ധ നെല്ലിനങ്ങൾ വിളയിക്കുന്ന 2 സ്ഥലങ്ങളാണ്. അപ്പൊ കേരളത്തിൽ സുഗന്ധ നെല്ലിനങ്ങൾ, സുഗന്ധ വിളകളെന്നല്ല, അത് വേറെ, സുഗന്ധവിള. സുഗന്ധ നെല്ലിനങ്ങൾ വിളയിക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെ 2 സ്ഥലങ്ങളാണ്. ഒന്ന് ചേകാടി എന്ന സ്ഥലവും തിരുനെല്ലി എന്ന സ്ഥലവും. മറക്കണ്ടേ. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് മേഖലയാണ്? സുഗന്ധവ്യഞ്ജന തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണല്ലോ. അപ്പൊ ഈ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏതോ ഒരു പർവ്വതത്തിലാണ്. അത് നമ്മുടെ വെസ്റ്റേൺ ഘട്ടാണ്. ഏതാ? പശ്ചിമഘട്ട നിരയിലാണ്. പശ്ചിമഘട്ട നിരയിലല്ലേ നമ്മുടെ ഇടുക്കിയും? കേരളം പശ്ചിമഘട്ടം കടന്നു പോകാത്ത ഒരേ ഒരു ജില്ലയെ നമ്മുടെ കേരളത്തിലുള്ളൂ. ഏതാ അത്? അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്ന് മനസ്സിൽ കൊണ്ടുപോവാ. പശ്ചിമഘട്ടം കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ല പറയൂ. പശ്ചിമഘട്ടം കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ല ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. ആലപ്പുഴ, മറക്കണ്ട. ബാക്കി 13 ജില്ലകളിലൂടെയും ആര് പാസ് ചെയ്യുന്നുണ്ട്? പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട്. അപ്പൊ പശ്ചിമഘട്ടവും നമ്മളുമായിട്ട് നല്ല ബന്ധമാണ്. പക്ഷെ ആലപ്പുഴ ജില്ലയിൽ പശ്ചിമഘട്ടത്തിന്റെ സാന്നിധ്യമില്ല. അതുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയിൽ പിന്നെ എന്ത് കുറഞ്ഞിരിക്കുന്നതും വൃക്ഷങ്ങള്, പ്രത്യേകിച്ചും ഫോറസ്റ്റ് അല്ലെ, വനം കുറവുള്ള ജില്ലയാണല്ലോ ആലപ്പുഴ എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ വനം ഉണ്ട് അല്ലേ? എന്താ എൻ്റെ പേര്? വിയപുരം. ആലപ്പുഴ ജില്ലയിലെ വനത്തിന്റെ പേര് വിയപുരം. പക്ഷെ മറ്റ് ജില്ലകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആലപ്പുഴയിൽ വനം നന്നേ കുറവാണ്. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജന തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? പശ്ചിമഘട്ട മലനിരകൾ. പശ്ചിമഘട്ട മലനിരകളിലാണ് കേരളത്തിലെ ഇടുക്കിയും പത്തനംതിട്ടയും വയനാടും ഒക്കെ ഉള്ളത്. യെസ്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വിള ഏതാണ്? കുരുമുളകാണ്. നമുക്കറിയാം യവനപ്രിയ. യവനൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരാണ്. യവനപ്രിയ. അപ്പൊ യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വിളയുടെ പേര് കുരുമുളകാണ്. അപ്പൊ ഈ ചേകാടിയും തിരുനെല്ലി എന്താണ്? ചേകാടി, തിരുനെല്ലി സുഗന്ധ നെല്ലിനങ്ങൾ വിളയിക്കുന്ന വയനാട്ടിലെ 2 സ്ഥലങ്ങൾ. സുഗന്ധ നെല്ലിനങ്ങൾ വിളയിക്കുന്ന വയനാട്ടിലെ 2 സ്ഥലങ്ങളാണ് ചേകാടി, തിരുനെല്ലി. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന മേഖല അല്ലെങ്കിൽ ആ പർവ്വതം എന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ട മലനിരകളാണ്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവിള, യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവിള കുരുമുളകാണ്. യെസ്, കുരുമുളക് കേട്ടോ. അപ്പോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ കേരളത്തിലെ കാർഷിക മേഖലയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ അടുത്ത ഒരു പാർട്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് പഠിച്ച് എല്ലാം നിങ്ങളുടെ തലയിലോട്ട് അങ്ങോട്ട് കയറ്റുക. ഏതാണ്ട് 2-3 മാസങ്ങൾക്കകത്ത് തന്നെ എക്സാം ആരംഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് മാറ്റിവെക്കാതെ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, എല്ലാ സബ്ജക്റ്റുകളും അന്നന്ന് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ പിന്നെ ഹൃദിസ്ഥമാക്കുക. അത് ഒരിക്കൽ വായിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. നമ്മുടെ ദീർഘകാല മെമ്മറിയിലേക്ക് അതങ്ങ് സ്റ്റോർ ചെയ്ത് ഇടണം, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പൊ ഇന്ന് വായിക്കുന്ന കാര്യങ്ങൾ നാളെയും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റന്നാൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ആവർത്തിക്കുക. ജിയോഗ്രഫി മാത്രമല്ല, ഹിസ്റ്ററിയല്ല, എല്ലാ സബ്ജക്റ്റുകളും അങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ആൾ ദി ബെസ്റ്റ്.